ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ 3 പേർ ഒന്നിച്ചിറങ്ങരുത്, അത് അശുഭമാണ് എന്നുള്ള ഒരു ചിന്ത നമുക്കിടയിലുണ്ട്. എല്ലാവർക്കും അത് അറിയാം. അങ്ങനെ 3 പേരാണ് ഇറങ്ങുന്നതെങ്കിൽ ഒരാൾ മുന്നിട്ട് ആദ്യം പോവും, 2 പേർ പുറകെ പോവും. ഒന്നിച്ചിറങ്ങരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായത്? പുരാതന മനുഷ്യർക്ക് ഈ സംഖ്യകളോട് ചില വിശ്വാസങ്ങളുണ്ടായിരുന്നു. സംഖ്യകളെക്കുറിച്ച് ചിലതിനെ ശുഭകരവും മറ്റുള്ള ചിലതിനെ അശുഭകരവുമായി കണക്കാക്കി. അതായത് ഭാഗ്യ നിർഭാഗ്യങ്ങളായിട്ട് കണക്കാക്കി. അതിൽ 3 എന്ന അക്കം നിർഭാഗ്യത്തിൻ്റെ കൂട്ടത്തിലാണ് പ്രാചീന മനുഷ്യൻ കണക്കാക്കിയിരുന്നത്. ഏതെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലും എവിടെയെങ്കിലും പോയപ്പോൾ ഈ 3 പോയപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ചിലപ്പോൾ അവർക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവമായിരിക്കാം. പക്ഷെ അത് പ്രചാരം നേടുകയും മനുഷ്യർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉറക്കുകയും ചെയ്തു. ഈ വിദ്യാസമ്പന്നരുടെ ഇടയിൽ പോലും ഈ വിശ്വാസം ഇന്നുമുണ്ട്. പക്ഷെ അങ്ങനൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമേ ഇല്ല. നിർഭാഗ്യവും ഭാഗ്യവും ഒന്നും ഈ അക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കാര്യമേ അല്ല. ഈ നിർഭാഗ്യവും ഭാഗ്യവും എന്നുള്ളത് തന്നെ മനുഷ്യൻ്റെ ഒരു സങ്കല്പം മാത്രമാണ്. എന്നാൽ ഭാഗ്യവുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളുമുണ്ട്. അതിൽ ഒന്നാണ് ഈ 18 വലിയ ഭാഗ്യമാണ് കാണുന്നത്. അതുകൊണ്ടാണ് ശബരിമലയ്ക്ക് 18 പടി, ഭഗവത്ഗീതയ്ക്ക് 18 അധ്യായം, പുരാണങ്ങൾ 18, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പ്രാചീന മനുഷ്യൻ്റെ. കാരണം അതിലൊക്കെ ഒരു ഭാഗ്യം കാണേണ്ടത് കൊണ്ടാണ് ഈ 18 അവിടെ നിർത്തിയത്. ഭഗവത്ഗീതയ്ക്ക് എന്തുകൊണ്ട് 19 അധ്യായം വന്നില്ല, അല്ലെങ്കിൽ 15 അധ്യായം വന്നില്ല? അതിന് വേണമെങ്കിലും അത് നിർത്താമല്ലോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പുരാതന മനുഷ്യൻ്റെ സങ്കല്പങ്ങളും അവരുടെ ചില വിശ്വാസങ്ങളും മാത്രമാണ്.